എന്നിട്ട് നമ്മള് വണ്ടിക്ക് അല്ലെങ്കിൽ ഇതിനകത്ത് കൊണ്ടുപോകാൻ. ഹായ്, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ അങ്ങനെ ഇന്നത്തെ വിശേഷം അപ്പുവിന്റെ സ്കൂള് പൂട്ടി. ഫസ്റ്റ് തന്നെ അത് പറയാം. ഇനി എത്ര ദിവസമല്ല സ്കൂള്? ഇനി 10 ദിവസം നമുക്ക് സ്കൂളില്ല. അപ്പൊ ഭയങ്കര കച്ചറി. അപ്പൊ അപ്പൊ അമ്മേന്റെ വർത്താനാണ് ഫസ്റ്റ് എല്ലാവർക്കും അറിയേണ്ടത്. നമുക്ക് ക്ഷീണം തന്നെയാണ്, കിടക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ നമ്മള് ഇങ്ങനെ പുറത്തിറക്കിയിട്ടൊന്നുമില്ല. ഇടയ്ക്കൊന്ന് മൂത്രമൊഴിക്കാൻ മാത്രമേക്ക് വരും, ചോറിന് അങ്ങോട്ട് വരും, അല്ലാതെ അവിടെ തന്നെയാണ്. എല്ലാ ഭക്ഷണം കഴിക്കാനൊന്നും വയ്യ. ജ്യൂസ് കുടിക്കുക, പിന്നെ ചെറിയ അരിന്റെ കഞ്ഞി, കഞ്ഞി, അതേപോലെ നമ്മളെ ചായക്കടിയൊക്കെ എന്താണെന്ന് വെച്ചാല് അതൊക്കെ കുറച്ച് അങ്ങനെയൊക്കെ. എന്നാലും വലിയ കുഴപ്പമില്ല. ഇന്നലത്തെ പോലല്ല കേട്ടോ, കുറച്ച് വേദന മാറ്റുണ്ട്. ഇന്നലെയൊക്കെ പറഞ്ഞാൽ അത്രയും ഭയങ്കര വേദനയും ക്ഷീണമൊക്കെ ആയിരുന്നു. ആകെ പേടിച്ച് ഇന്നലെയൊക്കെ. അപ്പൊ ഇന്ന് പിന്നെ കുറച്ച് ചെയ്തതിന്റെ ക്ഷീണം. അപ്പൊ ക്ഷീണം മാറുമ്പോൾ വേദനയും മാറാനാകുമ്പത്തിന് നമുക്ക് പോവാനായി ഞായറാഴ്ച. അതിലിപ്പോ ഇനി ഒന്നും കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അല്ലാതെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ടെൻഷനാണ്, ഇനി അല്ലാതെ കാണിക്കണ്ട. കാണിക്കാൻ ഇപ്പോൾ നമ്മളപ്പോൾ നിൽക്കുമ്പോഴേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളടുത്തേക്ക് വരാനും ഇരിക്കാനും ആയില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മളടുത്തിരുന്ന് വീടെടുത്തു. അപ്പോൾ അങ്ങനെ ഇപ്പോഴേക്കൊന്നും വന്നിട്ടുണ്ടല്ല. അന്നേരം ആരും വന്നമ്മ ഒന്നും അമ്മത്തേക്ക് വന്നിട്ടില്ല, എനിക്ക് ഓർമ്മയിട്ടില്ല. പിന്നെ ചിലപ്പോൾ അമ്മ ഒറ്റയ്ക്ക് ഇങ്ങനെ വരലുണ്ട്, അതാ ചോദിച്ചത്. അപ്പോൾ അമ്മത്തേക്ക് ഒന്നും വന്നിട്ടുണ്ടല്ല. ക്ഷീണം തന്നെയാണ്. എന്തായാലും തിങ്കളാഴ്ചത്തെ ഒന്നുകൂടി കഴിഞ്ഞാല് പിന്നെ പോണ്ടി വരില്ലെന്നാ വിചാരിക്കുന്നത്. 2 മാസം ചിലപ്പോൾ, അല്ലെങ്കിൽ 1 മാസം, 2 എന്തായാലും മതി. 1 മാസം 2 മാസമൊക്കെ ആകുമ്പത്തിന് അപ്പോഴാ ഡേറ്റ് കിട്ടുള്ളൂ. എന്തേലും കൊടുന്നോ? പാല് കൊടുന്നോ? പാല് മാങ്ങ ഉള്ളത് കൊണ്ടുവന്നോ? അപ്പം ഞാൻ സ്കൂള് പൊട്ടിഞ്ഞ ഓരോന്ന് ഇങ്ങനെ പീടയ്ക്ക് പോലെ അവന് പണിയിട്ടോ, ഐസായിട്ടും. അപ്പോൾ അങ്ങനെ ഇപ്പം ഇനി ചിലപ്പോൾ 2 മാസമൊക്കെ ആവും കരുതണ്. ചിലൊരു പ്രാവശ്യം കൂടി പോവേണ്ടതാണ്. പണി കഴിഞ്ഞാൽ അല്ലേ, എല്ലാവരും പ്രവർത്തിച്ച പോലെ ഇതുവരെ എന്താ വെച്ചാൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് പിന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ, എന്നാലും റേഡിയേഷനും കീമോക്കൊന്നും വല്ലാതെ പ്രശ്നം, ഛർദി ഇതൊന്നും ഉണ്ടായിട്ടില്ല. അതിനെ വലിയ ഭാഗ്യം. സിന്ധേച്ചി എന്താ അപ്പം എന്താ വെച്ചാൽ സിന്ധേച്ചി ഫ്രണ്ടുകളൊക്കെ വിളിക്കൽ തുടങ്ങിയല്ലേ സിന്ധേച്ചി? സന്ധ്യയ്ക്ക് ഇതേമാതിരി നമ്മളെ ചാനൽ കണ്ടിട്ട് നമ്മളെ വിശേഷം കണ്ട ആൾക്കാർ സിന്ധേച്ചിനെ പഠിച്ച ഒരാളെന്ന് വിളിച്ചു. ഇവിടെ വന്നു. ഇങ്ങോട്ട് വന്നോ? അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ സന്ധ്യ ചേച്ചിക്ക് വിളിക്കലുണ്ട്. അത് തുടങ്ങിയതിന് ശേഷം അല്ലേ പഴയ ഫ്രണ്ടുകളൊക്കെ ഒന്ന് പരിചയപ്പെടാനായി. ഇന്ന് ചേച്ചിക്ക് വിളിച്ചിട്ടുണ്ട്, സെലീന. അപ്പൊ 10ാം ക്ലാസ് പഠിച്ചല്ലോ. ഇപ്പൊ പാലക്കോട് സ്കൂൾ വിളിച്ച കുട്ടി ഇപ്പൊ വിളിച്ചു. വളരെ സന്തോഷമുണ്ട് അല്ലേ? ചാനലുള്ളോണ്ട് പഴയ ഓർമ്മകളൊക്കെ എല്ലാരും നമ്മളെ തന്നെ അറിയും. ഇപ്പൊ നമ്മളെ പഠിച്ച എന്റെ ഇപ്പൊ തന്നെ പറയണ്ട കുറെ ആൾക്കാര്. എന്നെ പിന്നെ അറിയുമല്ലോ, ഇപ്പൊ അധികം ആയിട്ടില്ലല്ലോ. അപ്പോ വളരെ സന്തോഷമുണ്ട്. നമ്പറും കോണ്ടാക്ട് നമ്പറൊക്കെ കിട്ടി, ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കാലോ അല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് എന്താ സ്പെഷ്യല്? ഇന്ന് നമുക്ക് സ്പെഷ്യൽ നമ്മൾ പോവുകയാണ് അല്ലേ, കാലങ്ങൾക്ക് ശേഷം അല്ലേ. പോകുമ്പോ ഇങ്ങനെ കാണിച്ചു തരാം. പോവാ ജോലിയുണ്ട് സിന്ധേച്ചി? എല്ലാ സിന്ധേച്ചി അമ്മയുടെ അടുത്തൊക്കെ. അപ്പൊ ഞങ്ങള് പോവുകയാണ്. അപ്പൂസടെ അപ്പൂസിനെയും കൂടി അമ്മ കിടക്കട്ടെ, അതൊക്കെ കാണിച്ചു തരട്ടെ. ഞങ്ങള് വരുമ്പോ അമ്മ ഇവിടെ ഉണ്ട്, നമുക്ക് കാണിക്കാം. അതിന്റെ ഉള്ളില് ക്ഷീണായിട്ട് കിടക്കണം. അങ്ങനെ ക്ഷീണായിട്ട് കിടക്കുന്നത് ആരും കാണണ്ട. എല്ലാവർക്കും ടെൻഷനാകാൻ കരുതിയിട്ടാണ് നമ്മൾ കാണിച്ചു തരാത്ത കേട്ടോ. നമ്മൾ ഇങ്ങനെ കണ്ടിരിക്കണ നമുക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ ഒരു നേരം കുറച്ച് വീഡിയോയിൽ കണ്ട് നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് ടെൻഷൻ ആക്കണ്ടല്ലോ, അതുകൊണ്ടാണ് കാണിച്ചു തരാത്തത്. പോലെ എന്നാല് അപ്പൂസ് വന്നിട്ടല്ലേ? ചിന്തിച്ചില്ല. അപ്പൊ കുറെ ആൾക്കാർ വരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് കേട്ടോ നമുക്ക്. പിന്നെ അടുത്ത ട്രീറ്റ്മെന്റ് കൂടി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പൊ നമ്മളെല്ലാവരോടും പറയലുണ്ട്. അതാണ് എല്ലാവർക്കും വരാം. ഒക്കെ ഇതായില്ലേ, നമുക്ക് ചെറിയൊരു പരിപാടി നടത്തണം. അത്ര ആഗ്രഹിച്ച പരിപാടി. പക്ഷെ സാറില്ല, കുഴപ്പമില്ല. നമുക്ക് അസുഖം മാറിയ പോരാ. അത് നമുക്കിത് കഴിഞ്ഞിട്ടുണ്ടാക്കാം അല്ലേ? ഇത് കഴിഞ്ഞിട്ടുണ്ടാക്കാം. ഇനിയിപ്പോ പറ്റുമല്ലോ. ഇനിയിപ്പോ 2 മാസം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ചെറിയ പരിപാടിയൊക്കെ നടത്താം. നമ്മളെ
നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാരെയും വിളിക്കണം നമുക്ക് അല്ലേ? പോയാലോ അല്ല അപ്പൂസ് വരികയാവും. എനിക്കറിയില്ല. അപ്പൊ നമ്മളെ വീടിന്റെ അടുത്ത് കൂടെ നമുക്കൊന്ന് പോയി മോളിൽ കൂടെ മലയിൽ കൂടെ മല കയറാൻ പോവാണ്. അതെ, എപ്പോഴും നമ്മളെ വീട്ടിലിരുന്ന ശരിയാവൂല അല്ലേ? അപ്പൊ നമ്മള് ഇറങ്ങുകയാണ് ഇനി മുട്ടില്. ഇനി പോവാ, ഇനി നേരെ കുറെ കഴിഞ്ഞു. അപ്പൂസ് എന്താ കൊണ്ടുവന്നിട്ട് നോക്കട്ടെ. ഇങ്ങോട്ട് കൊണ്ടുവരേ. എന്താണ് അതിന് മടിയാണ്. എന്താ നോക്കട്ടെ. വാ. അപ്പൊ ഒന്നും എടുക്കണില്ല, കത്തിയും കയറൊന്നും വേണ്ട, ഒന്നുമില്ല. നമ്മള് പോണത് വാടാ വാ സാനോട്ടാ. ഞങ്ങളെ കൂടെ പോരണോ? എന്റെ ഫ്രണ്ടുകളാട്ടൊക്കെ. അപ്പൊ എന്താണ് ചെയ്യണേ? ഓനെന്താ വരാത്ത? വരട്ടെ. അപ്പൊ സുവാ. അപ്പൊ അതെ നമുക്ക് ശരിയേ മാക്സി പറയാം. നമ്മളെ ഫ്രണ്ട് ഓഫർ ചെയ്താണ് അല്ലേ? നമ്മള് ഇൻസ്റ്റയിൽ ഇടലുണ്ട്. അല്ലേ? പുതിയ എടുത്തിട്ടില്ല. വേഗം കൊണ്ടിരിക്കട്ടോ. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പരിചയപ്പെടുത്താല്ലേ? കഫക്കെട്ടിനുള്ള ഒറ്റമൂലി നമ്മളെ പാലൈസ് പറയുന്നുണ്ട്. അപ്പില്ലാതെ പിന്നെ എന്തിനാ നേരം അല്ല വേറെ എന്താ പറഞ്ഞിട്ടുണ്ടാക്കട്ടെ ഓർത്ത് വന്നാതി. നമുക്ക് പോവാ. അപ്പൊ നമ്മള് നടന്ന് സ്കൂളിന്റെ റോട്ടിൽ നടന്ന് നമ്മള് റബ്ബർ തോട്ടത്തിലെത്തി. അപ്പൊ അമ്മ എന്താ വെച്ചാല് ഈ തൊഴിലുറപ്പ് കഴിഞ്ഞ് വരുമ്പോ ഈ രാത്രി ഉച്ച കഴിയുമ്പോ ഇത് കൂടെ അങ്ങനെ നടക്കും. ഈ തൊഴിലുറപ്പില്ലെങ്കിലും ലീവായാലും ഇത് കൂടെ ഇങ്ങനെ പോകും. 10 മണി അങ്ങനെ സമയമൊന്നുമില്ല. എന്നിട്ട് ഇവിടെ വർഗ് ഇങ്ങനെ കൂട്ടും. എന്നിട്ട് നമ്മള് വണ്ടിക്ക് അല്ല ഇതിനകത്ത് കൊണ്ടുപോകും. ചിലപ്പോ തലയിൽ വെച്ച് കൊണ്ടുപോകും, ചിലപ്പോൾ മോട്ടോർ സൈക്കിൾ കൊണ്ടുപോകും. പിന്നെ കൊണ്ടുവരാൻ അയക്കൂല. എന്റെ തലയിൽ വെക്കാൻ പറ്റായി ഉണ്ടായാലും ഇല്ലേലും അമ്മ അയക്കൂല കേട്ടോ. ഇതുവരെയായിട്ട് എന്താ വെച്ചാല് ഇതായില്ല. ഈ പണിക്കൊന്നും ഇങ്ങനെ തലവേദനയാണ് പറഞ്ഞിട്ട് അതായത് ഓർമ്മല്ല കേട്ടോ. അങ്ങനത്തെ കാര്യത്തിന് ഇതുവരെ അമ്മ അയച്ചില്ല. ഞാൻ കൊണ്ടുവന്നോണ്ട് ഞാനൊപ്പം വന്നാലും ഇവിടെ കൈന്റെ ഇവിടെ വെച്ചിട്ടാ പോരാ. വിളിക്കൂല. കാരണം പറ്റ കുടുങ്ങിയാൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ എന്താ വെച്ചാല് ഈ 2 കെട്ടൊക്കെ നമ്മളെ തലയിലൊക്കെ 2 കെട്ടൊക്കെ ഉണ്ടാകുമ്പോ അപ്പൊ ഇങ്ങനെ വിളിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ അമ്മ 2 കെട്ടായിട്ട് കൊണ്ടുവരും. അത് എങ്ങനെ അറിയാം? അങ്ങനെ വിളിക്കാൻ കാരണം തൊഴിലുറപ്പ് വരുമ്പോ. അല്ലാതൊക്കെ വെച്ചാല് ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കൊണ്ടുവരും. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഞങ്ങള് റബ്ബർ മരം കൂടെ പോട്ടെ, വറകുണ്ടോ നോക്കട്ടെ പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു മേലേക്കൊന്നും കയറണ്ട, എന്താ പറഞ്ഞ റോട്ടിൽ കൂടെ ഒക്കെ ചാടി കിടക്കുന്നുണ്ടെങ്കിൽ അത് നുള്ളിപ്പൊറുക്കി പോന്നാ മതി. പേടിയാണ്, തലയിലെടുക്കാനും അയക്കൂല. അങ്ങനെയാണ്. പക്ഷെ ഇനി മുതൽ ഞാൻ തന്നെ കൊണ്ടുവരും കേട്ടോ. ഇത് അപ്പുണ്ടല്ലോ, അപ്പൊ അതിനൊക്കെ റെഡി കേട്ടോ. ഞാൻ ജോലി ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മളെ ജോലി ഇതാണ്, റബ്ബറാണ്, ഫുള്ള് റബ്ബറല്ലേ. അപ്പൊ ഇന്നലെ പറഞ്ഞേ നമ്മളെ ജോലി അല്ലേ? ഞാൻ അവിടെ ശരിക്കും കാണിച്ചു തരാം. റബ്ബർ വെട്ട് ഇവിടെ അല്ല കേട്ടോ, നമ്മള് പുറത്താണ് വെട്ടണത്. അപ്പൊ സത്യം പറഞ്ഞാലേ സന്തോഷേട്ടന് റബ്ബർ വെട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മളെ വീടിന്റെ അടുത്തുള്ള റബ്ബർ അല്ല വെട്ടണത്, കുറച്ച് ദൂരെയാണ്. അതുകൊണ്ട് ആ വെട്ടണ ഇത് ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ അടുത്തുള്ള റബ്ബറൊക്കെ വേറെ ആൾക്കാരാണ് വെട്ടണത്. അപ്പൊ അതെ, ഞാൻ എപ്പോഴും പറയലുണ്ട് നിങ്ങൾ വെട്ടുന്നത് കാണാൻ ഞാനും പോരുന്നുണ്ട് പറയും മലയ്ക്ക്. പക്ഷെ അപ്പോഴും സന്തോഷം പറയും എന്നെ കൊണ്ടുപോകാൻ പറ്റൂല, അന്നൊന്നും മല കയറ്റാൻ കഴിയൂല പറയും. എങ്ങനെ അമ്മതിലേക്ക് കയറണം അവരെ ചേച്ചി? അപ്പൊ പിടിക്ക് മോളിൽ ചെന്ന് പിടിക്ക്. ഇത് ഇങ്ങോട്ടന്നെ വീഴും. പിടിക്കടാ മോളിൽ ചെന്ന് കയ്യിന് പിടിക്കേണ്ടി വരും. ഞാൻ കയറി തന്നെ അവിടെ നിന്ന് പിടിച്ചേരാം. അപ്പൊ ഇനി ഈ ചൊവ്വാഴ്ചത്തെ ചികിത്സയും കഴിഞ്ഞാല് പിന്നെ നേരത്തെ പറഞ്ഞാൽ മെല്ലെ മതിയല്ലോ. അപ്പോൾ ഇനി കഴിഞ്ഞിട്ട് നമുക്ക് റബ്ബർ വെട്ടാൻ ഇറങ്ങാനായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഞാൻ വെട്ടിക്കൊണ്ട് നിൽക്കണ തോട്ടപ്പോൾ ഒരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചാണ്, നാസറാക്കാനെ ഏൽപ്പിച്ചാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അപ്പത്തിന് 2 മാസം അവധിയാവാനായി. അതോടെ അരപ്പിൽ ഇങ്ങനെ ഗ്യാപ്പിൽ ഇങ്ങനെ പോകണം. കത്തിയൊക്കെ എടുത്ത് റെഡി ആക്കാണ്ടല്ലോ ചേച്ചി? കത്തിയൊക്കെ ആകെ തുരുമ്പ് പിടിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഇറങ്ങാനുള്ള ഇനി വേറെ പുതിയ തോട്ടം. ഇനിയിപ്പോൾ മഴക്കാലം ആവാൻ നിൽക്കണം. അപ്പോൾ ഇപ്പോൾ മഴക്കാലം ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ.
എന്തായാലും 2-2.5 മാസമൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് എടുക്കണം. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൻ്റെ കൂടെ ഇടയ്ക്ക് ഇറക്കാനൊക്കെ പോലുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ മുകളിൽ പോലെ ചാടിക്ക് ഇപ്പോൾ നമ്മളിങ്ങനെ പെറുക്കാൻ അങ്ങനെ ഇപ്പോൾ തടി കൂടിയതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഫ്രണ്ടിൻ്റെ കൂടെ സെൻറ്ററിങ്ങിന് പോലുണ്ട്. അപ്പോൾ കുറച്ച് പോയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാ സെൻറ്ററിങ്ങിനെ എല്ലാ പണിക്കും പോകും. ഇനിയിപ്പോൾ ഇറങ്ങാനായി. ഇനിയിപ്പോൾ റബ്ബർ ഇട്ടുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടി നോക്കണം ഉച്ച വരെ. പിന്നെ നമ്മളെ റബ്ബർ ഇട്ടാന്ന് വെച്ചാൽ നമ്മൾ ഈ വിശേഷം ചെയ്യലും നമ്മൾ റബ്ബർ ഇട്ട് കഴിഞ്ഞാൽ 12 ആകുമ്പോൾ നമുക്ക് എത്താം വീട്ടിൽ. 11 മണിക്ക് എത്താം. നമുക്കിടയിൽ കല്യാണത്തിനെങ്കിലും പോകാണ്ട് വെച്ചാൽ 1 മണിക്കൂർ നേരത്തെ ഇറങ്ങുക. 4:30 3:30 റബ്ബർ ഇട്ടാൻ പുലർച്ചെ. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ എടുക്കലും വിശേഷങ്ങളെല്ലാം നടത്താം അല്ലേ. ഇതിപ്പോ എന്താന്നറിയോ, ഒന്നാമത് ഈ അലർജി ആയ കാരണമാണ്. അല്ലാത്ത പണിയൊക്കെ നമ്മൾ ഒഴിവാക്കി നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മള് കൊടുക്കാനുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു ഓർഡർ എടുത്തുകൊണ്ട് വീണ്ടും ഒരു ചെറിയൊരു തുണിക്കച്ചവടം തുടങ്ങുന്നുണ്ട്. മാക്സിൻ്റെ ഒക്കെ നോക്കട്ടെ. മാക്സി ഇറക്കി തരാനൊക്കെ ആൾക്കാരുണ്ട്. നമുക്ക് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ നോക്കണം. ഇനിയിപ്പോൾ അമ്മേനെ കൊണ്ടുവരാൻ നമുക്കൊരു ചെറിയൊരു വണ്ടി എടുക്കണം കരുതുന്നുണ്ട് കൊണ്ടെടുക്കാനൊക്കെ. അപ്പം നക്കിൻ്റെ സെയിലും നടക്കും പരിപാടി. അങ്ങനെ ഡ്രസ്സിൻ്റെ പരിപാടിയൊക്കെ വീണ്ടും തുടങ്ങണം എന്നൊക്കെ ഉണ്ട്. നോക്കട്ടെ. എവിടെയെങ്കിലുമൊക്കെ ഈ റോഡ് സൈഡിലൊക്കെ എവിടെയെങ്കിലും ഇങ്ങനെ വെച്ചാൽ നല്ല കാര്യമല്ലേ. അത് കഴിഞ്ഞുണ്ട്. അപ്പം എന്നാലും വിശേഷം നമ്മൾ മുടക്കൂല കേട്ടോ. കാരണം അത് കഴിഞ്ഞെന്നാലും നമുക്ക് ചെയ്യാനുള്ള പരിപാടിയുള്ളൂ. നമുക്ക് വർക്ക് ഇറക്കട്ടെ. ഞാൻ കൂടി കൊടുക്കട്ടെ. അപ്പൂസ് വർക്കുണ്ടോ? അപ്പൂസ കിട്ടണില്ല. കിട്ടണില്ല. എത്ര കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ലോണം വറ കിട്ടും. ഞാൻ എങ്ങനെ നോക്കിയാലും കിട്ടണില്ല. സമയത്തുള്ളൂ 5:30 ലേറ്റുള്ളൂ ചേച്ചിയപ്പോ. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ ഇത് ഇങ്ങനെ കൊഴിഞ്ഞു. പക്ഷെ ആ റബ്ബർ ചേട്ട തട്ടരുത് കേട്ടോ. നമ്മളെ വീടിന്റെ ഓണർ കാണാണ്. എന്നാ ഇവിടെ കഥാ അത് പിടിച്ചോ. ഇവിടെ ഞാൻ വേഗം പെറുക്കി നമുക്ക് തലയിലേക്ക് ഒന്നിലാക്കാം. അപ്പൂസ് എന്തായാലും ഉഷാറില്ലാത്ത അപ്പൂസ് പറക്കി കൊടുക്കാൻ എന്നാ ക്യാമറ അടിച്ചു ഞങ്ങൾ എന്നാലും പെറുക്കി തരാം കേട്ടോ. നോക്കട്ടെ. അങ്ങനെ പോണ്ട. താഴത്തെ കൂടെ ജന്തുക്കളുണ്ടോന്ന്. ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. അത് എടുത്തച്ചാ അത് ഞാൻ കൊണ്ടുപോവാ. അങ്ങനെ ഉണ്ടല്ലേ. നമ്മളെ വീഡിയോ കാണണം. കള്ളനെ വേഗം പിടി കൂടും. എന്നാ ഞാൻ എടുത്തുതരാം. അപ്പൂസ് നിലത്തേക്ക് നോക്കൂട്ടോ. കുത്തിയാല് ഒരു ചായ ഉണ്ടാക്കാനുള്ള വർക്ക് കിട്ടിട്ടോ. ചോറൊക്കെ അങ്ങനെ കിട്ടി. നാളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം. നാളെ നമുക്ക് അവിടെ ഒറ്റയ്ക്കാൻ കേട്ടോ. കോമുള്ളു അതവിടെ വീണ്ടും കിട്ടിട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങനെ ചാടി കിടക്കണം. ഇവിടെ ഒരു മാവ് ഉണ്ട് കേട്ടോ. വലിയൊരു ഞങ്ങൾ എന്താ പറയാ മാവിനെ ഈ മാവാണ് നമുക്ക് തരുന്നത്. മുത്തശ്ശി മാവ് നമുക്ക് മൂച്ചില്ലേന്നു ഇല്ല. അപ്പൊ ഈ മാവുമ്മയ്ക്കാ വരിക. എന്നിട്ട് ഇത് ചാടണത് നോക്കി നിക്കൂല അപ്പൂസ. എന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം ഇവിടെ വന്നിട്ട് വീട്ടിൽ നിന്ന് മുളകും പൊടി ഉപ്പും കൊണ്ടുവന്നിട്ട് ഇതിന്റെ ചോട്ടിലിരുന്നിട്ട് തന്നെ കുത്തി പൊട്ടിച്ചിട്ട് വീഡിയോ ഇട്ടുണ്ട്. എന്ത് രസേനു. മാങ്ങ അല്ലാത്തവർക്കൊക്കെയാണ് അതിന്റെ ഒരു ഇതറിയാ, രുചി അറിയാ. അങ്ങനെ തന്നിട്ടുണ്ട്. അതാണ് ആ മാവ്. എന്താണ് ഇത്ര ഉള്ളു നമുക്ക് ആയിക്കൂടെ അങ്ങനെ ഇറങ്ങിക്കൂടെ അതിലെ കിട്ടിയല്ലോ കേട്ടോ. ഇനി ഉണ്ട്. ഇപ്പൊ നേരം വൈകിട്ടേ നമുക്ക് അതായിണ്ട്. പേടിയാണ് ഇത് കൂടെ ഒക്കെ നടക്കാൻ കേട്ടോ. ഇപ്പൊ നമ്മളെ വീടാക്കണ് ആ മല ആ എന്ത് കൂടെ അങ്ങനെ ഇറങ്ങിയാല് അതിന്റെ അടുത്താണ്. ആ കുണ്ടിന്റെ മേലക്കാണ്. വീടിന്റെ മുകളിൽ കൂടെ പോവാ. റോഡിന് പോണ്ട. ഈ മരമൊക്കെ ഇതൊക്കെ ചെറിയ മരട്ടോ. വെട്ടിപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ചെറിയ തൈമരം വെട്ടിങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ. ഇതാണ് വീണ്ടും ഇതിട്ടില്ല. ഇതാണ് അപ്പൂസിനടുത്ത് കിട്ടിയാ. അവിടെ നിന്ന് കിട്ടിയാ. ഇപ്പൊ കൊറേ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ ഇറക്കണെങ്കിൽ അതിക്കൂടെ പോലെ പേടിയില്ലോ. എനിക്ക് പേടിയാണ്. കാരണം ഞാൻ ഇതിങ്ങനെ തോട്ടത്തിൽ കൂടെ നടക്കാണ് ഡെയിലി. നമ്മള് പുലർച്ചെ നടക്കലാണ്. ഇപ്പൊ കിട്ടിയോ? തലയിൽ വെക്കാൻ മാത്രം ഉണ്ടോ?
നോക്കാം അല്ലേ, കുറച്ചുകൂടി പോയാക്കട്ടെ. രണ്ട് വിറക് അതാണ്ട് അവിടെയൊക്കെ ആൾക്കാരിങ്ങനെ കൂട്ടിച്ചിട്ടുണ്ട് വിറക് അല്ലേ, അവിടെയൊക്കെ ആൾക്കാരിങ്ങനെ. ഇതൊരു മുത്തശ്ശിമാവിന്റെ ചെറുതാണ്, നാടൻ മാങ്ങയാണ്. നാടൻ മാങ്ങ എന്തോ ഒരു മധുര. അത്ര കിട്ടില്ലേ? അപ്പൊ ഒരു ദിവസം ഫുള്ളാക്കി അപ്പൂസ കൊണ്ടുവരണേ. ഡെയിലി ഇങ്ങനെ വന്നാൽ മതി. നമുക്ക് വറക്കിനൊക്കെ സുഖാട്ടോ, നല്ല എളുപ്പമാണ്. അതാ കൂടുതലായിട്ട് ചെയ്തപ്പോൾ ഇപ്പം എത്ര കിട്ടി? ഒരു ദിവസത്തേക്കുള്ള അതിലപ്പത്. പക്ഷെ അപ്പോൾ നമ്മള് രാത്രി വ്യായാമമായി ഉച്ച കഴിഞ്ഞിട്ട് നമ്മളെ ശരീരം ഇതാവും, നമുക്ക് വറക്കും കിട്ടും കത്തിക്കാൻ. ഇത് കാട് വെട്ടിട്ടോ കൂടെയൊക്കെ. അപ്പൂസവാ ഇനി എന്താ ഓടണേ? കിട്ടിയാ നമുക്ക് ഇത്ര കിട്ടി. ഇത് കെട്ടണം, കയറ് ചിന്തിച്ച് അപ്പളേ പറഞ്ഞു കയറ് എടുത്തോന്ന്. അങ്ങോട്ട് വേണോ? ഇത് ഓട്ടങ്ങളുണ്ട് കേട്ടോ, പേടിയാണ്. ഇപ്പൊ ഞമ്മ എടുക്കുക എങ്ങനെ അറിയാം, നമ്മള് വീട്ടിൽ നിന്ന് കയറൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമല്ല, ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ചെറിയ കയറ് തെരഞ്ഞോ? അങ്ങനെ പോണ്ട. ആ മതി, നീ നാളെ പോരാ ഉച്ച കഴിഞ്ഞിട്ട്. നീ കെട്ട നീ കയറ് നമ്മൾ തരട്ടെ. അങ്ങനെ നോക്കിയാൽ തന്നെ കിട്ടുമോ? അമ്മ ഒക്കെ പഠിപ്പിച്ചെന്താ നോക്കല്ലേ? അപ്പൂസ് നോക്കടാ. നമുക്ക് എന്താ പറയാ ചേച്ചിയെ, ഇതിങ്ങനെ വെട്ടിയിട്ടേ അപ്പൊ വയറൊക്കെ പോയിണ്ടാവും. ഇന്ന് കാട് വെട്ടിയാണ്. അപ്പൊ വലിയ വറക് എടുത്തോ. നമുക്കിങ്ങനെ കെട്ടണ്ട് വള്ളി ചേട്ടാ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ വള്ളി ഇരുന്നാലേ ഈ വള്ളി ഇരുന്നാ കിട്ടും. ഇതുമ്മ കിട്ടും എനിക്ക് തോന്നില്ല. അങ്ങനെ പറയരുത് കേട്ടോ. കോരിയെടുക്കുമ്പോ നോയിക്കോ, പറ്റൂല. അപ്പൊ അമ്മ പറഞ്ഞ വള്ളി അതല്ല. അപ്പൊ ഒരു വള്ളി നോയിക്കാജേ, ഇഷ്ടം പോലെ ഉണ്ട്. കിട്ടിയുടെ വള്ളി ഞാൻ തന്നെ സംഘടിപ്പിച്ച വള്ളി കണ്ടോ, ഞാൻ തന്നെ സംഘടിപ്പിച്ച വള്ളി നോക്കാം. എന്തോ അടിപൊളി വള്ളി. ഉഷാറായിട്ട് കേട്ടോ. അപ്പൊ ഇനി കെട്ടി നമ്മള് വീട്ടിലേക്ക് പോട്ടോ. ഇനി അല്ലേ അതങ്ങനെ ഒറ്റ വള്ളി കെട്ടി. ആ വള്ളി നല്ല ബലമുണ്ട്. അതാ റബ്ബറിന്റെ മുകളിലുണ്ടെന്ന വള്ളിയാ. നമ്മളിതിന്റെ മുകളിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വള്ളി ഇങ്ങനെ പടർന്ന് കിടക്കണം. ആ വള്ളി കേട്ടത് പയറുള്ളി. പയറുള്ളി അല്ല, അത് നിലത്തല്ല ഉണ്ടാവുക. ഇത് വേറെ വള്ളി. നന്നായിട്ട് മുറുക്കി കെട്ടണ്ട കേട്ടോ, ഇച്ചിരി നേക്കിലേ പറ്റുള്ളൂ. ഇപ്പൊ നമ്മള് പോവാണ് തലയിലേക്ക്. അപ്പൊ പിടിച്ചു കൊടുത്താ വേണ്ട, അതിന് മാത്രം ആയില്ലല്ലേ. ഇനി എന്താ ആ കിടത്തേണ്ട പോലെ ചീത്തറേ ആരും കാണൂലല്ലോ. ഇത് മാത്രല്ല, ഒന്നുമില്ല തലയിൽ വെക്കാൻ മാത്രമുള്ളല്ല അല്ലേ. ഇനി ശീലിക്കേണ്ടി വരും, അല്ല ഞാൻ അമ്മേനെ കിട്ടൂല അല്ലേ. പോട്ടെ പോട്ടെ പോട്ടെ. അപ്പൊ നമുക്ക് വറകൊക്കെ കിട്ടിയിട്ട് കുറച്ച് ഒരു 2-3 ദിവസത്തിനുള്ള വറക് കിട്ടി. 3 ദിവസത്തിനുണ്ടാവല്ലേ? ഓ ഉണ്ടല്ലോ. അപ്പൊ ഞമ്മള് നടക്കട്ടെ. നമുക്ക് വീഡിയോന്റെ ഇതൊക്കെ മങ്ങൽ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ കാത്തക്കാതെ പോവാ. അവിടെ എത്തി ഇരുട്ടായിട്ടല്ലേ ഏകദേശം. ഇപ്പൊ അതിന്റെ ഉള്ളിൽ നിന്നപ്പോ നല്ല ഇരുട്ടായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് കുറച്ച് നല്ല വാങ്ങ് കൊടുക്കുന്നുണ്ട്. ഇന്നലത്തെ അതേ ടൈം തന്നെ അല്ലേ. ഇന്നലെ നമ്മളിതേ ടൈമിന് ആശ്രാക്കാൻ അവിടെ ആയിരുന്നു ഉച്ച കഴിഞ്ഞാൽ. ഇനി നാളെ പറഞ്ഞപ്പോ ഇതിനും രസമല്ല കേട്ടോ അല്ലേ. ഈ ഉച്ച ഞങ്ങള് വീട്ടിലേക്ക് ഞങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങാം അല്ലേ. അപ്പൊ എന്നും ഇങ്ങനെ നമ്മള് വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ എടുത്തിട്ട് എല്ലാവർക്കും ബോറടിക്കണം. അപ്പൊ അത് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഇപ്പൊ ടൗണിക്കൊന്നും നോക്കട്ടെ, കുറച്ച് കഴിയട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അല്ലേ, എല്ലാവർക്കും നമുക്ക് ഈ വീട്ടിലിരുന്ന് ഇങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്നും നമ്മളെ വീട് റൂം പിന്നെ അതേമാതിരി കുക്കിങ് അറിയുമ്പോൾ എല്ലാവർക്കും
ഒരു വറടി ഉണ്ടാവും അല്ലേ. അപ്പം അതാ കുറച്ച് ദിവസം പുറത്തിറങ്ങുക. അപ്പം ഇനി കുറച്ച് ദിവസം പുറത്ത് കൂടെ നടക്കട്ടെ നമ്മൾ അങ്ങനെ ഒരു ചേഞ്ച്. അമ്മയ്ക്കൊക്കെ വന്ന് സുഖമായിട്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ വരെ പോകുന്നുണ്ട്. കണ്ണൂർ 1-2 വീട്ടിലേക്ക് നമുക്ക് പരിപാടി ക്ഷണങ്ങളും കാര്യമൊക്കെ ഉണ്ട്. അവിടെ പോകുന്നുണ്ട് കുറേ സ്ഥലത്ത്. ഗുരുവായൂർ, തൃശ്ശൂർ, കുറേ സ്ഥലത്തുണ്ട്. ഇടയ്ക്കൊക്കെ പോകണം നമുക്ക്. ഇപ്പത്തെ ഇതൊന്നും കഴിയട്ടെ അല്ലേ. കുറേ കിട്ടി വർക്ക്. ഒരു 3 ദിവസത്തേക്ക് കത്തിക്കാനുണ്ട്. അമ്മ കൊണ്ടുവരുമ്പോൾ ഒരു 10 ദിവസത്തേക്ക് ഉണ്ടാകലുണ്ട്. അപ്പം അമ്മ വളക്കാടനെ നാമം ചോദിക്കാൻ കുത്തിരിക്കുക. വളക്ക് കിട്ടിയമ്മ ഇല്ലല്ലോ ചിന്തിച്ച്. അപ്പം നാമം ചോദിക്കാൻ കുത്തിരിക്കുക. കുറി കിട്ടുമ്പോൾ നാമം ചോദിക്കാതിരിക്കുക. അപ്പം ഞങ്ങൾ ഇനി കുളിച്ച് വരട്ടെ അല്ലേ. എങ്ങോട്ട് പോണ്? അപ്പം നമ്മളെ ഇന്നത്തെ വിശേഷം അതിൻ്റെ പേര് നമുക്ക് അപ്പൂസിന് എന്തോ ഒരു ടെൻഷൻ ഉണ്ട് അമ്മ മനസ്സിൽ. എന്തോ ഒന്നുണ്ടോ അവന്. ഞാൻ 3 ദിവസമായി ഞാൻ എന്നെ ശ്രദ്ധിക്കണേ അല്ലേ. എന്താണ് സ്കൂൾ പോയിട്ട് എന്തൊക്കെയാ ചിന്തയാണ് അവന് അല്ലേ. ഇപ്പൊ കൊറേ ക്ഷീണിച്ചില്ല ഈ അമ്മ. ഒരു കെട്ട് വറക്കിടുന്നവന് മരവോള് ക്ഷീണിച്ചിട്ടോ. ഇഞ്ഞൊക്കെ ഓളന്നെ ക്ഷീണിച്ചോ. അപ്പൊ ഇനി നാളെയും പോകണ്ടേ ഞങ്ങൾ കേട്ടോ. അപ്പോൾ തടിയൊക്കെ ഒന്ന് കുറയ്ക്കാനുള്ള പരിപാടിയിലാണ്. ഇനി അമ്മയ്ക്ക് നമ്മൾ ഈ അടുത്ത ചൊവ്വാഴ്ച വന്നിട്ട് 2 മാസം കഴിഞ്ഞിട്ട് നമ്മൾ പോകണ്ടല്ലേ അമ്മ വറക്കിന് പോണ്ടേ. പിന്നെ നമുക്ക് വറക്കിന് വേണം കുറേ സ്ഥലത്തേക്ക് പോകണ്ട. ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി. അപ്പോൾ എന്നാല് നാളെ പുതിയ വിശേഷമായിട്ട് വരാം അല്ലേ. എല്ലാവർക്കും ബൈ.